This is one of the most inspirational stories I've ever seen in my lifetime. And now Israel is in trouble! And Cape Verde are back level again! I've seen this country of 500,000 people come from absolutely nothing. The footballing nation that shocked the world. And the stretching gloves of the senior. It is a small archipelago of the west coast of Africa. We're small, but we have big heart. Ranked 64 in the world, smallest country by land area to ever qualify for the World Cup. The 40-year-old keeper plays in the Portuguese second division. You go back to maybe 2003 when they scored one of their first goals on the international stage, to 2026 when they're now playing in their first ever knockout round at a World Cup. Is that the fairy tale continues? This is not just qualification, it is confirmation of a miracle in motion. Nós vamos ganhar o Mundial. O Deus é cabo-verdiano. Vamos aí, Cabo Verde! It's not about power. It's not about where you come from. It's not about the size of our country. It's about love for football. From a unknown team to the World Cup heroes, Cape Verde. ഞാൻ ഇവരെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത് ഫ്രം ദെയർ ഫസ്റ്റ് മാച്ച് ഇറ്റ് സെൽഫ്. ഞാൻ മാത്രമായിരിക്കില്ല, ഈ വേൾഡ് കപ്പ് ആണെന്ന് എല്ലാവരും, ബിക്കോസ് ദേ ആർ ഗിവിങ് സച്ച് പെർഫോമൻസ് ഇൻ എവറി മാച്ച്, എസ്പെഷ്യലി ദ മാച്ച് അഗെയിൻസ്റ്റ് സ്പെയിൻ. ലാസ്റ്റ് കളി അർജൻറ്റീനയായിട്ടാണെങ്കിലും ഈച്ച് പ്ലേയേഴ്സ് ഗിവൻ ദെയർ 100%, എസ്പെഷ്യലി ദ ഗോളി ഒസിൻഹ. പിന്നെ ഞങ്ങൾ ഇന്നലെ ഫ്രണ്ട്സായിട്ട് എല്ലാവരും റൂമിലിരുന്ന കണ്ടത്. സോ ആഫ്റ്റർ ദ മാച്ച്, ഇൻക്ലൂഡിങ് ഹാർഡ് കോർ മെസ്സി അർജൻറ്റീന ഫാൻസ്, ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് ഇന്ന് സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുത്തു. ബിക്കോസ് ദേ ഡിസേർവ് ഇറ്റ്. കാരണം ഒരു 4000 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു സ്മോൾ ഐലൻഡ്, ഫസ്റ്റ്ലി ദേ ക്വാളിഫൈഡ് ഫോർ വേൾഡ് കപ്പ്, സെക്കൻഡ്ലി ദേ പ്ലേഡ് വെരി വെൽ ഇൻ എ ഗ്രൂപ്പ് സ്റ്റേജ് ആൻഡ് ക്വാളിഫൈഡ് ഫോർ റൗണ്ട് ഓഫ് 32 ആൻഡ് ഫെയിൽഡ് അഗെയിൻസ്റ്റ് ദ ഡിഫെൻഡിങ് ചാമ്പ്യൻസ്. പിന്നെ എനിക്ക് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഇത്ര ഉണ്ട്, കാപ് വെർഡെ ചെറിയ രാജ്യമാണ്, എങ്കിലും അവർ ക്വാളിഫൈഡായി. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് കമ്പാരിസൺ ഈസ് നോട്ട് റീസണബിൾ, ബിക്കോസ് ഇൻ മൈ ഒപ്പീനിയൻ ഒരു കൺട്രിയിൽ ഞാൻ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യില്ല. ഇറ്റ്സ് എ ഡ്രോബാക്ക് ഓഫ് അവർ കൺട്രി. കാരണം ഒരു കൺട്രിയിൽ ഒരു സ്പോർട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ദ സിറ്റിസൺസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഏജ് ഷുഡ് സപ്പോർട്ട് ഓർ ഷുഡ് ഹാവ് പാഷൻ ആൻഡ് ലവ് ടുവേർഡ്സ് ദാറ്റ് സ്പോർട്ട്. കമ്പാരിറ്റീവ്ലി നമ്മുടെ രാജ്യത്ത് അത് വളരെ കുറവാണ്. സോ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ആസ് എ പോർച്ചുഗൽ ഫാൻ, എനിക്ക് പോർച്ചുഗലിനോട് പറയാനുള്ളത്, യു ഗൈസ് ഷുഡ് attack like Cape Verde players fearlessly. I'm not saying that I am against possession games, പക്ഷേ ഒരു 80-85 മിനിറ്റിൽ 1-0 ഡൗണോ 1-1 ഡ്രോ ആണെങ്കിൽ 40-45 പാസസ് ഇൻക്ലൂഡിങ് ഗോളി കളിച്ചിട്ടൊരു കാര്യമില്ല. കാരണം ഈ ഷുഡ് അറ്റാക്ക് ചെയ്താലേ ഗോൾ വീഴുള്ളൂ. ആൻഡ് ദർ ഈസ് നോ അതർ ചാൻസ്. ഫെയിലായാൽ തീർന്നു. കഴിഞ്ഞ കളിയൊക്കെ ടെൻഷൻ അടിച്ച് മരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെയോ ജയിച്ചത്. ആൻഡ് so that the people of Cape Verde, you guys should be proud of this team. And ഈ വേൾഡ് കപ്പിലെ one of the best team is Cape Verde.